കാലിൽ മുറിവേറ്റ കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതിയെ തൽക്കാലം മയക്കുവെടി വെക്കേണ്ട എന്നാണ് തീരുമാനം. ആന ആരോഗ്യം വീണ്ടെടുത്തു എന്നാണ് നിരീക്ഷണത്തിൽ വ്യക്തമാക്കുന്നതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ആമ്പല്ലൂരിൽ ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു. ആമ്പല്ലൂർ ആളൂക്കാരൻ പ്രിൻസ്, തൃശൂർ കുരിയച്ചിറ പള്ളിമാക്കൽ രോഹിത്, കുരിയച്ചിറ ഒല്ലൂർ പോപ്പ് ജോൺ റോസ് എന്നിവരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. മൂന്ന് കിലോമീറ്റർ മാരത്തോണിൽ ആദ്യ അവസാനം പങ്കെടുത്ത് കയ്യടി നേടി 2 വയസ്സുകാരി ഹെയ്സൽ ഷിറിൻ. ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന സന്ദേശവുമായി എറണാകുളം മറൈൻ ഡ്രൈവിൽ സംഘടിപ്പിച്ച 3 കിലോമീറ്റർ ഗ്ലേസ് മാരത്തോണിലാണ് കുഞ്ഞി ഹെയ്സൽ പങ്കാളിയായത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കാലിൽ മുറിവേറ്റ കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതിയെ തൽക്കാലം മയക്കുവെടി വെക്കേണ്ട എന്നാണ് തീരുമാനം. ആന പ്ലാന്റേഷൻ തോട്ടത്തിൽ നിലയുറപ്പിച്ചതിന്റെ വീഡിയോ പുറത്തു വന്നു. ആന ആരോഗ്യം വീണ്ടെടുത്തു എന്നാണ് നിരീക്ഷണത്തിൽ നിന്നും വ്യക്തമാക്കുന്നതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു. മുൻകാൽ നിലത്തുകുത്താൻ പ്രയാസം അനുഭവപ്പെടുന്ന അവസ്ഥ മാറിയിട്ടുണ്ട്. ആന പുഴയിലിറങ്ങി കുളിക്കുകയും തീറ്റയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആനയ്ക്ക് ക്ഷീണമില്ലെന്നാണ് നിരീക്ഷണം നടത്തുന്ന വനം ഉദ്യോഗസ്ഥരും നാട്ടുകാരും പറയുന്നത്. കാലിൽ കമ്പി കുത്തിക്കയറി ആനയ്ക്ക് നടക്കാൻ പ്രയാസമായ നിലയിലായിരുന്നു. ഇതേ തുടർന്ന് അതിരപ്പള്ളി മേഖലയിൽ വനം വകുപ്പ് പ്ലാന്റേഷൻ തൊഴിലാളികളുടെ സഹായത്തോടെ മാലിന്യങ്ങളും പൊട്ടിയ കുപ്പികളും മറ്റും നീക്കം ചെയ്തിരുന്നു. ടൂറിസ്റ്റുകൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന ബിയർ കുപ്പികളും മദ്യക്കുപ്പികളും എടുത്തു മാറ്റുകയും ചെയ്തിരുന്നു. ആമ്പല്ലൂരിൽ ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു. ആമ്പല്ലൂർ ആളൂക്കാരൻ പ്രിൻസ്, തൃശൂർ കുരിയച്ചിറ പള്ളിമാക്കൽ രോഹിത്, കുരിയച്ചിറ ഒല്ലൂർ പോപ്പ് ജോൺ റോസ് എന്നയാളെയുമാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിലുള്ള ഓട്ടോപേട്ടയിൽ വെച്ച് ഓട്ടോ ഡ്രൈവറായ ആമ്പല്ലൂർ എരിപ്പോട് സ്വദേശികളായ ആമ്പല്യക്കളരക്കിൽ വീട്ടിൽ രമണനെ ഓട്ടോയിൽ നിന്ന് വലിച്ചിറക്കി 2 പേർ ചേർന്ന് കമ്പിവടി ഉപയോഗിച്ച് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. പ്രിൻസും രോഹിത്തും ചേർന്ന് രമണന്റെ ഓട്ടോറിക്ഷ ഓട്ടം വിളിച്ച സമയം ഓട്ടം പോകാത്തതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പറയുന്നത്. പ്രിൻസിനെ കോഴിക്കോട് നിന്നും രോഹിത്തിനെ പെരുമ്പാവൂരിൽ നിന്നുമാണ് പിടികൂടിയത്. 3 കിലോമീറ്റർ മാരത്തോണിൽ ആദ്യാവസാനം പങ്കെടുത്ത് കയ്യടി നേടി 2 വയസ്സുകാരി ഹെയ്സൽ ഷിറിൻ. ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന സന്ദേശവുമായി എറണാകുളം ഗവൺമെന്റ് ലോ കോളേജ് യൂണിയനും ഓറഞ്ച് റണ്ണേഴ്സ് ക്ലബ്ബും സംയുക്തമായി മറൈൻ ഡ്രൈവിൽ സംഘടിപ്പിച്ച 3 കിലോമീറ്റർ ഗ്ലേസ് മാരത്തോണിലാണ് കുഞ്ഞു ഹെയ്സൽ പങ്കാളിയായത്. മാതാവ് നസീമ അബ്ദുൽ ഖാദർ, സഹോദരി നിയ ഷിറിൻ തുടങ്ങിയ കുടുംബാംഗങ്ങളും ഹെയ്സലിനൊപ്പം മാരത്തോണിൽ പങ്കെടുത്തു. കൈപ്പമംഗലം 3 പീടിക മതിലകത്ത് വീട്ടിൽ പ്രവാസിയായ അബ്ദുൽ ഖാദറിന്റെയും ആരോഗ്യ പ്രവർത്തകയായ നസീമയുടെയും മകളാണ് ഹെയ്സൽ ഷിറിൻ. പ്രശസ്തമായ ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവർക്ക് നിലകൊള്ളാൻ കൈതവളപ്പിന് സമീപം ഉയർത്തുന്ന തേവർ പന്തലിനും ആറാട്ടുപുഴ ക്ഷേത്ര പത്തായിപ്പുരയ്ക്കും സമീപം ഒരുക്കുന്ന തേവർ സ്വീകരണ പന്തലിനും രാവിലെ കാൽനാട്ടി. ക്ഷേത്ര മേൽശാന്തി കൊറ്റമ്പള്ളി പത്മനാഭൻ നമ്പൂതിരിയുടെ ഭൂമി പൂജയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. കൊടിയേറ്റം ഏപ്രിൽ 3-നും തിരുവാതിര വിളക്ക് ഏപ്രിൽ 5-ന് വെളുപ്പിനും, പെരുവനം പൂരം ഏപ്രിൽ 6-നും, ആറാട്ടുപുഴ തറക്കൽ പൂരം ഏപ്രിൽ 8-നും, ആറാട്ടുപുഴ പൂരം ഏപ്രിൽ 9-നുമാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, ഡെപ്യൂട്ടി സെക്രട്ടറി M മനോജ്, പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് A കുമാരൻ, K രാജീവ് മേനോൻ, പെരുവനം സതീശൻ മാരാർ, ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ U അനിൽകുമാർ, ഭക്തജനങ്ങൾ, ദേശക്കാർ, പൂരം പങ്കാളി, ക്ഷേത്ര ഭാരവാഹികൾ, ആറാട്ടുപുഴ ക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് കാൽനാട്ടിയത്. പ്രസിഡന്റ് രവി ചക്കോത്ത്, സെക്രട്ടറി K രഘുനന്ദൻ, ട്രഷറർ U അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് PR പവിദാസ്, ജോയിന്റ് സെക്രട്ടറി മധു മംഗലത്ത്, ഓഡിറ്റർ KK വേണുഗോപാൽ എന്നിവർ ഭാരവാഹികളായി. ആറാട്ടുപുഴ ഉത്സവാഘോഷ കമ്മിറ്റി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
ചാലക്കുടിയിൽ യുവതിയെ കയറിപ്പിടിച്ച ഛത്തീസ്ഗഡ് സ്വദേശി അറസ്റ്റിൽ. ഛത്തീസ്ഗഡ് റായ്പൂർ സ്വദേശിയായ ലഗേഷ് കുമാർ മാർഗം എന്നയാളെയാണ് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് MK, സബ് ഇൻസ്പെക്ടർ പ്രദീപ് N, പോലീസ് ഉദ്യോഗസ്ഥരായ ആൻസൺ പൗലോസ്, സുരേഷ് കുമാർ എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 3:45-ന് ചാലക്കുടി ടൗണിലെ പാൽ ബൂത്തിൽ ജോലി ചെയ്യുന്ന യുവതിയെ പ്രതി കയറിപ്പിടിച്ചത്. അറസ്റ്റിലായ ലഗേഷ് കുമാർ കഴിഞ്ഞ 2 വർഷമായി മുരിങ്ങൂരിൽ താമസിച്ചു വരികയായിരുന്നു. CPI മേത്തല ഈസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി ആനാപ്പുഴ ജംഗ്ഷനിൽ നടന്ന പൊതുസമ്മേളനം സംസ്ഥാന കൗൺസിൽ അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളിൽ ഇടതുപക്ഷത്തിന് കാലിടറി വീഴുന്നുണ്ട് എന്നതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. പക്ഷേ അത്യപൂർവപൂർവമായ ജനകീയ മുന്നേറ്റങ്ങൾ ലോകത്തിലാകമാനം ഇടത് പുരോഗമന ശക്തികൾക്ക് വന്നു ചേരുന്നൊരു കാലം കൂടിയാണ്. നിങ്ങൾ നേരത്തെ കയ്യിൽ അഭിമാനത്തോടു കൂടി പിടിച്ച ചെമ്പതാക ലോകത്തിലെ 31 രാജ്യങ്ങളിൽ അധികാരത്തിലിരിക്കുന്ന ഭരണകൂടത്തിന്റെ കൊടിയടയാളമാണ്. ഇന്ത്യയോട് അതിർത്തി പങ്കിടുന്ന ശ്രീലങ്ക ഒരു കാലഘട്ടത്തിൽ ആഭ്യന്തരമായ യുദ്ധങ്ങളും സംഘർഷങ്ങളിലൂടെയും ലോക മനസാക്ഷിയെ നൊമ്പരപ്പെടുത്തുന്ന കൂട്ടക്കുരുതികളുടെയും നാടായിരുന്നു ശ്രീലങ്ക. LTT തീവ്രവാദികൾ, വേലുപ്പിള്ള പ്രഭാകരൻ തുടങ്ങിയ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ അഴിഞ്ഞാടിയ നാടായിരുന്നു ശ്രീലങ്ക. അഡ്വക്കേറ്റ് VS ദിനിൽ അധ്യക്ഷത വഹിച്ചു. KG ശിവാനന്ദൻ, VR സുനിൽകുമാർ MLA, CC വിപിൻ ചന്ദ്രൻ, PP സുഭാഷ്, PA ജോൺസൺ, PP രഘുനാഥ് എന്നിവർ പ്രസംഗിച്ചു. കീഴ്ത്തളിയിൽ നിന്നും റെഡ് വളണ്ടിയർ മാർച്ചിന്റെ അകമ്പടിയോടെ നടന്ന പ്രകടനത്തോടെയാണ് പൊതുസമ്മേളനം ആരംഭിച്ചത്. ഇനി മറ്റു വാർത്തകളിലേക്ക്. ചാലക്കുടി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി VR പുരം ഗവൺമെന്റ് സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചു. സ്കൂളിന്റെ സുരക്ഷയുടെ ഭാഗമായും അനധികൃത പ്രവർത്തനങ്ങൾ തടയുന്നതിനുമായാണ് നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്യാമറകൾ സ്ഥാപിച്ചത്. സ്കൂളിലാകെ 11 ക്യാമറകളാണ് സ്ഥാപിച്ചത്. നിരീക്ഷണ ക്യാമറയുടെ ഉദ്ഘാടനം ചാലക്കുടി നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഷീല PA അധ്യക്ഷയായി. ഹെഡ്മിസ്ട്രസ് ബിജി S ജയരാജ് മാഷ്, SMC ചെയർമാൻ VV വേലായുധൻ, സ്കൂൾ ലീഡർ ആൽബിൻ ഷാജു എന്നിവർ പ്രസംഗിച്ചു. കുരുവിലശ്ശേരിയിൽ വീട് തല്ലിപ്പൊളിച്ച കേസിൽ സ്റ്റേഷൻ റൌഡിയും സുഹൃത്തും അറസ്റ്റിൽ. അഷ്ടമിച്ചിറ കുരിശിങ്കിൽ വീട്ടിൽ ജിൻസൺ, പുല്ലൂർ അമ്പലനട സ്വദേശി കാരക്കാട്ട് വീട്ടിൽ അനൂപ് എന്നിവരെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. കുരുവിലശ്ശേരി കോട്ടവാതിൽ സ്വദേശിയായ സ്ത്രീയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി വീട് തല്ലിപ്പൊളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ്. ജിൻസന്റെ അച്ഛൻ വീട്ടിലിരുന്ന് മദ്യപിച്ച് ബഹളം വയ്ക്കുന്നത് അയൽവാസിയും സ്ത്രീയുടെ ഭർത്താവുമായ സുജാതൻ ചോദ്യം ചെയ്തതിലുള്ള വിരോധത്തിൽ ജിൻസനും അനൂപും ചേർന്ന് മാർച്ച് 6-ന് ഉച്ചയ്ക്ക് ഇരുമ്പുവടിയുമായി കുരുവിലശ്ശേരി കോട്ടവാതിലുള്ള സ്ത്രീയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി സ്ത്രീയെ ഭയപ്പെടുത്തുകയും വാതിലുകൾ തല്ലിപ്പൊളിക്കുകയും ചെയ്ത സംഭവത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ 2 പേരെയും റിമാൻഡ് ചെയ്തു. ജിൻസ് മാള പോലീസ് സ്റ്റേഷനിൽ 2019 ഒരു വധശ്രമ കേസും 2023-ലും 2024-ലും ഓരോ അടിപിടി കേസും 5 ക്രിമിനൽ കേസുകളിലും പ്രതിയാണ്. മാള പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ബാഷി, ASI-മാരായ നജീബ്, നിബി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ദിബീഷ്, ജിബിൻ, അനൂപ്, ഷറഫുദ്ദീൻ എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലഹരിക്കും അക്രമത്തിനുമെതിരെ അമ്മമാരുടെ നൂൺ വാക്ക് ജനശ്രദ്ധയാകർഷിച്ചു. തൃശൂർ നടുവിലാൽ നിന്നും ആരംഭിച്ച നൂൺ വാക്ക് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ രഹസ്യ പിന്തുണയോടെയാണ് ലഹരി അക്രമ സംഘങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ദീപാദാസ് മുൻഷി പറഞ്ഞു. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 70-ലേറെ പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നത് എല്ലാവരെയും ഭയപ്പെടുത്തുന്നതാണ്. സംസ്ഥാനത്തിന്റെ സമാധാന അന്തരീക്ഷം CPM തകർത്തുകൊണ്ടിരിക്കുകയാണെന്നും അവർ കുറ്റപ്പെടുത്തി. സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ MP, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ U വഹീദ, R ലക്ഷ്മി, VK മിനിമോൾ, രജനി രമാനന്ദ്, ജില്ലാ പ്രസിഡന്റ് നിർമ്മല, സംസ്ഥാന ഭാരവാഹികളായ സുബൈ മുഹമ്മദ്, സ്വപ്ന രാമചന്ദ്രൻ, രാജലക്ഷ്മി കുറുമാത്ത് എന്നിവർ നേതൃത്വം നൽകിയ നൂൺ വാക്കിൽ നിരവധി സ്ത്രീകൾ പങ്കെടുത്തു. കൊരട്ടിക്കട്ടുപുറം ശ്രീ കുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം സമാപിച്ചു.
ഞായറാഴ്ച പുലർച്ചെ 3:30 എഴുന്നള്ളിപ്പ്, ഗുരുതി സമർപ്പണം, വിഷ്ണുമായ സ്വാമിക്ക് കളമെഴുത്തുപാട്ട് എന്നിവ ഉണ്ടായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തേശ്ശേരി വിനോദ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് ടി.കെ. തങ്കപ്പൻ, സെക്രട്ടറി ടി.എസ്. രവി, ഖജാൻജി ടി.യു. ശശി, കൺവീനർ ടി.വി. പ്രദീപ് കുമാർ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പാറക്കടവ് സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തന പരിധിയിലെ കിടപ്പ് രോഗികൾക്ക് പ്രത്യാശ പാലിയേറ്റീവ് ഹൃദയപൂർവ്വം സ്നേഹസ്പർശം കരുതൽ പദ്ധതി തുടങ്ങി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. പ്രതീഷ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് വി.എൻ. അജയകുമാർ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് എസ്.വി. ജയദേവൻ മുഖ്യാതിഥിയായി. ഹൃദയപൂർവ്വം സ്നേഹസ്പർശം പദ്ധതിയിലേക്കുള്ള ആദ്യ സഹായം മൂഴിക്കുളം മണിക്കുട്ടി, കാളത്തിമേക്കാട് പരമേശ്വരൻ നമ്പൂതിരി എന്നിവരിൽ നിന്നും ചെങ്ങമനാട് ആശുപത്രി സ്റ്റാഫ് നഴ്സ് മേരി ഏലിയാസ് ഏറ്റുവാങ്ങി. ടി.ഡി. സൗമ്യ വനിതാ ദിന സന്ദേശം നൽകി. പി. ജോയി, ശാരദ ഉണ്ണികൃഷ്ണൻ, കളത്തിമേക്കാട്ട് പരമേശ്വരൻ നമ്പൂതിരി, ഒ.ജെ. പോൾ, യമുന ബാബു, കെ. കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. കിടപ്പ് രോഗികൾക്കായി സാന്ത്വനങ്ങൾ നടത്തിവരുന്ന മേരി ഏലിയസിനെ ചടങ്ങിൽ ആദരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കാലിൽ മുറിവേറ്റ കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതിയെ തൽക്കാലം മയക്കുവെടി വെക്കേണ്ട എന്നാണ് തീരുമാനം. ആന ആരോഗ്യം വീണ്ടെടുത്തു എന്നാണ് നിരീക്ഷണത്തിൽ വ്യക്തമാക്കുന്നതെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. ആമ്പല്ലൂരിൽ ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു. ആമ്പല്ലൂർ ആളൂക്കാരൻ പ്രിൻസ്, തൃശൂർ കുരിയച്ചിറ പള്ളിമാക്കൽ രോഹിത്, കുരിയച്ചിറ ഒല്ലൂർ പോപ്പ് ജോൺ റോസ് എന്നിവരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. 3 കിലോമീറ്റർ മാരത്തോണിൽ ആദ്യ അവസാനം പങ്കെടുത്ത് കയ്യടി നേടി 2 വയസ്സുകാരി ഹെയ്സൽ ഷിറിൻ. ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന സന്ദേശവുമായി എറണാകുളം മറൈൻ ഡ്രൈവിൽ സംഘടിപ്പിച്ച 3 കിലോമീറ്റർ ഗ്ലേസ് മാരത്തോണിലാണ് കുഞ്ഞി ഹെയ്സൽ പങ്കാളിയായത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.